നമുക്കിടയിൽ തന്നെ പങ്കാളികളുണ്ട്. ഇപ്പം ഇവിടെ സിസ്ജെൻഡർ ആയിട്ടുള്ള വ്യക്തികൾ എന്തൊക്കെ സെക്ഷുവാലിറ്റീസ് പൊസസ് ചെയ്യുമോ അത്തരം സെക്ഷുവാലിറ്റി ഒക്കെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കിടയിലും ഉണ്ടാകാം എന്നുള്ളത് അത് സ്വാഭാവികമായി തന്നെ സംഭവിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഒരു പെൺകുട്ടി ഒരുപക്ഷെ ലെസ്ബിയൻ ആണ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബൈസെക്ഷൽ ആണെന്ന് പറയുമ്പോൾ ട്രാൻസ് വുമൺ ക്യാൻ ബി എ ബൈസെക്ഷൽ. അവർക്കും ഒരു പാൻസെക്ഷൽ ആവാം, ബൈസെക്ഷൽ ആവാം, അവർക്കൊരു ലെസ്ബിയൻ ആവാം. ആ രീതിയിലുള്ള റിലേഷൻഷിപ്പുകളൊക്കെ തന്നെ പാർട്ട്ണർമാരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലോ പാർട്ട്നേഴ്സുമായിട്ട് ലിവിങ് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നതിനൊക്കെ അത്തരം ബന്ധങ്ങളും നമുക്കിടയിൽ തന്നെ ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ എനിക്ക് എൻ്റെ പങ്കാളി എന്ന് പറയുന്നത് ഒരു ട്രാൻസ് പുരുഷനാണ്. അപ്പോൾ ട്രാൻസ്മെനും ട്രാൻസ് വുമൺ എന്നുള്ള രീതിയിലുള്ള പാർട്ട്ണർഷിപ്പുകൾ നമുക്കിടയിലുണ്ട്. രണ്ട് ട്രാൻസ് സ്ത്രീകൾ തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പുകളുണ്ട്, ട്രാൻസ് പുരുഷന്മാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലാണ് അത് അങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ ചിന്തിക്കേണ്ട ഒന്നല്ല. മറിച്ച് നമ്മുടെ പങ്കാളിയോ എന്ന് പറയുന്നത് നമുക്ക് മാനസികമായും ശാരീരികമായും വൈകാരികമായും ഒക്കെ നമുക്ക് തോന്നുന്ന അടുപ്പം ആണ് നമ്മുടെ പങ്കാളിയെ കണ്ടെത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ ഇമോഷൻസ് ഒരു പക്ഷേ ഷെയർ ചെയ്യാൻ പറ്റണം. നമുക്ക് ഒരു സപ്പോർട്ട് കിട്ടുന്ന, ഒരു പിന്തുണ കിട്ടുന്ന ഒരു വ്യക്തിയായിട്ട് നിൽക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ബന്ധങ്ങൾ ഇന്ന് നമുക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. സിസ്ജെൻഡർ ആയിട്ടുള്ള വ്യക്തികളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ ഒരു ഫാമിലി സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ അടുത്ത ചോദ്യം എപ്പോൾ കുട്ടി ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ സാധാരണ നമ്മൾ കാണുന്ന വളരെ നമ്മൾ പരമ്പരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി സിസ്റ്റത്തിലേക്ക് ഒരു പക്ഷേ ഇത്തരം മനുഷ്യർക്ക് പോകാൻ പറ്റണമെന്നില്ല. അതിന് ഈ പറയുന്ന നമ്മുടെ നിയമവ്യവസ്ഥക്കകത്തടക്കം കാര്യമായ രീതിയിലുള്ള ഭേദഗതികൾ വരണം. അത് ഏറ്റവും പ്രധാനമാണ്. ഇപ്പോൾ തന്നെ ശരിക്കും ഒരു രണ്ട് സ്ത്രീകൾക്കോ രണ്ട് പുരുഷന്മാർക്കോ ഒരു വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. പക്ഷെ അവർക്ക് ഒരുമിച്ച് ജീവിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള നിയമ തടസ്സവും ഇല്ല എന്ന് പറയുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട് തുടർന്നുണ്ടാവേണ്ടുന്ന കുറേയധികം അവകാശങ്ങൾ അത് ലഭിക്കണമെങ്കിൽ അത്തരത്തിലുള്ള നിയമങ്ങൾക്കടക്കം കാര്യമായ വ്യത്യാസം ഉണ്ടായി വരേണ്ടതുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. പക്ഷെ അത് ഇല്ലാതിരിക്കുന്നത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇത്തരം ബന്ധങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അത് ഒരുപാട് നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പോലും അങ്ങനെയുള്ള ഈ പ്രശ്നങ്ങൾ ഇപ്പോഴും ഇത്തരം ഫാമിലികളിൽ നിലനിൽക്കുന്നുണ്ട്. അത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റണമെങ്കിൽ എനിക്ക് തോന്നുന്നു പാർലമെൻറ്റ് അടക്കമുള്ള സഭകൾ കാര്യമായ രീതിയിൽ ഇത്തരത്തിലുള്ള നിയമ ഭേദഗതികൾ നടത്തി മുന്നോട്ട് വരുന്ന സമയത്ത് മാത്രമേ സ്വാഭാവികമായും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന അവകാശങ്ങൾ സ്ത്രീ പുരുഷ ഭേദമന്യേ അല്ലെങ്കിൽ ഈ പറയുന്ന സെക്ഷുവാലിറ്റി ഭേദമന്യേ ഒരു സിറ്റിസൺ എന്നുള്ള നിലയിൽ അത്തരം എല്ലാ മനുഷ്യർക്കും ഒരുപക്ഷെ അത് കിട്ടുള്ളൂ എന്നുള്ളതാണ്.